ഒരുപാട് പുരുഷന്മാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നത്? ഡയബറ്റിസ് മെലിറ്റസ്, പ്രമേഹം, കൊളസ്ട്രോള്, പ്രഷർ, അതേപോലെ തന്നെ യൂറിക് ആസിഡ്, പിന്നെ ഈ BPH എന്ന രോഗമുണ്ടെങ്കിൽ അതിനോട് അനുബന്ധിച്ചിട്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദ്ധാരണക്കുറവ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടെങ്കിൽ, ഉറക്കക്കുറവ്, സ്ട്രെസ്, ഇതൊക്കെ ഉദ്ധാരണക്കുറവിന് കാരണമാകാറുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഭക്ഷണ രീതിയിലൂടെയും ബാക്കിയുള്ള മാനേജ്മെന്റ് രീതികളിലൂടെയും നമുക്ക് ഇത് ഒരു കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ഇത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു അസുഖമാണ് അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതും അത്യാവശ്യമാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരുപാട് പുരുഷന്മാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ്. ശരിയായ ചികിത്സാ രീതിയിലൂടെയും നല്ല ഭക്ഷണശീലങ്ങളിലൂടെയും നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും. ശരിയായ പ്രോപ്പറായിട്ട് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാനും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉദ്ധാരണക്കുറവിനെ സഹായിക്കുന്ന ഒരു 11 ഭക്ഷണങ്ങളെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ ഭവ്യ, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നത്? അതിൽ മെയിനായിട്ട് വരുന്നത് പ്രായമാകുന്തോറും നമ്മുടെ ഞരമ്പുകൾ നശിച്ചു തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കാതിരിക്കുകയും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഉദ്ധാരണക്കുറവ് ഉണ്ടാവാം. അതേപോലെ എന്തെങ്കിലും അസുഖങ്ങൾ, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുകളായിട്ടുള്ള ഡയബറ്റിസ് മെലിറ്റസ്, പ്രമേഹം, കൊളസ്ട്രോള്, പ്രഷർ, അതേപോലെ തന്നെ യൂറിക് ആസിഡ്, പിന്നെ ഈ BPH, ഒരുവിധം പ്രായമായ പല പുരുഷന്മാരിലും കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ. ഈ കണ്ടീഷൻ, ഈ BPH എന്ന രോഗമുണ്ടെങ്കിൽ അതിനോട് അനുബന്ധിച്ചിട്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദ്ധാരണക്കുറവ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അതേപോലെ അമിതഭാരമുള്ളവരിലും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പിന്നെ കാലാകാലങ്ങളായിട്ട് സ്മോക്കിങ്, അതുപോലെ ആൽക്കഹോൾ, പുകവലി, മദ്യപാനം, വേറെ എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉദ്ധാരണക്കുറവിന് കാരണങ്ങളാണ്. പിന്നെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ, ഉറക്കക്കുറവ്, സ്ട്രെസ്, ഇതൊക്കെ ഉദ്ധാരണക്കുറവിന് കാരണമാകാറുണ്ട്. ഉദ്ധാരണക്കുറവിന് സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെ നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഇലക്കറികളാണ്, പ്രത്യേകിച്ച് നമ്മുടെ ചീര, മുരിങ്ങയില തുടങ്ങിയവ. ഇതിൽ ധാരാളം നൈട്രേറ്റ്സ് ഉണ്ട്. നമ്മൾ ഈ നൈട്രേറ്റ്സ് എന്ന് പറയുന്ന ഘടകം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഉദ്ധാരണത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു രാസവസ്തുവാണ്. നമുക്കൊരു സെക്ഷുവൽ തോട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ ഡിസയർ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്നും നമ്മുടെ പെനിസിലേക്ക് ഒരു സിഗ്നൽ പോകുന്നുണ്ട്. ഈ സിഗ്നൽ കൊണ്ട് തന്നെ നമ്മുടെ പെനിസിൻ്റെ ആ റീജിയണിൽ നൈട്രിക് ഓക്സൈഡ് ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി അവിടുത്തെ മസിൽസ് എല്ലാം റിലാക്സ് ചെയ്യുകയും ഞരമ്പുകളൊക്കെ വികസിപ്പിക്കുകയും ചെയ്യുന്നത് വഴി ധാരാളമായിട്ടുള്ള ഒരു ബ്ലഡ് സപ്ലൈ അവിടേക്ക് വരുന്നുണ്ട്. രക്തയോട്ടം വളരെ അധികമായിട്ട് കൂടും. ഇതുകൊണ്ടാണ് ഇറക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നൈട്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇറക്ഷന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. രണ്ടാമതായിട്ട് വരുന്നത് ബീറ്റ്റൂട്ട് ആണ്. ബീറ്റ്റൂട്ടിലും ധാരാളമായിട്ട് നൈട്രേറ്റ്സ് ഉണ്ട്. ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓക്സിജൻ ഡെലിവറിക്ക് വേണ്ടിയിട്ടും നല്ല സർക്കുലേഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിൽ ധാരാളം ഫ്ലവനോയിഡ്സ് എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട്. ഇത് നമ്മുടെ ഞരമ്പുകളുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 70% അല്ലെങ്കിൽ അതിൽ എബവ് കൊക്കോ കണ്ടന്റ് ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യുക. അതേപോലെ മധുരം കുറവുള്ളത് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നല്ലൊരു ഭക്ഷണമാണ് നമ്മുടെ വാട്ടർമെലൺ അല്ലെങ്കിൽ വത്തക്ക, തണ്ണിമത്തൻ എന്നൊക്കെ പറയുന്നത്. ഇതിൽ ധാരാളമായിട്ട് സിട്രുലിൻ എന്ന കണ്ടന്റ് ഉണ്ട്. ഈ സിട്രുലിൻ അർജിനിൻ ആയിട്ട് ബോഡിയിൽ നിന്ന് കൺവേർട്ട് ആവുകയും നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അഞ്ചാമതായിട്ട് വരുന്നത് നട്ട്സ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ വാൾനട്ട്, അതുപോലെ ആൽമണ്ട്, ബദാം, പിസ്ത പോലുള്ള നട്ട്സുകൾ. ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ഇ, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ, അർജിനിൻ തുടങ്ങിയ ഘടകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്.
ഇതൊക്കെ നമ്മുടെ ഞരമ്പുകളുടെ ഹെൽത്തിനെയും സർക്കുലേഷനെയൊക്കെ വളരെയധികം സഹായിക്കാറുണ്ട്. ഈ നട്ട്സ് ഡെയിലി ഒരു കൈപ്പിടിയോളം എന്നും എന്നുള്ള പോലെ കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ആറാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന മത്തി, അയല, വത്തൽ, നത്തോലി പോലുള്ള ചെറിയ മത്സ്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ട്യൂണ, സാൽമൺ അങ്ങനത്തെ മീനുകളും ഒമേഗ 3 ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള മീനുകളാണ്. ഏഴാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മാതള നാരങ്ങ, പോംഗ്രനേറ്റ് എന്ന് പറയുന്ന ഫ്രൂട്ട്, ഇതും നമ്മുടെ സർക്കുലേഷനെ ഹെൽപ്പ് ചെയ്യുകയും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രൂട്ട് ജ്യൂസിനേക്കാളും ഫ്രൂട്ടായിട്ട് പ്രിഫർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ജ്യൂസ് ആകുമ്പോൾ അതിലെ ഫൈബർ കണ്ടന്റ് കുറയാനും അതിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. എട്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയിലുള്ള അലിസിൻ എന്നുള്ള കണ്ടന്റ് നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിനും നമ്മുടെ സെക്ഷുവൽ ഹെൽത്ത് അതുപോലെ ഞരമ്പുകളുടെ ആരോഗ്യത്തിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇത് നമ്മുടെ മെയിൽ ഫെർട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സ്പേമിന്റെ ഹെൽത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് അലിസിൻ എന്നുള്ളത്. അപ്പോൾ വെളുത്തുള്ളി ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ വരുന്നതാണ് നമ്മുടെ ഓട്സിലും ധാരാളം ഫൈബർ ഉണ്ട്. ഇത് ഞരമ്പുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വെസൽസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇറക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. പത്താമതായിട്ട് വരുന്നത് നമ്മുടെ തക്കാളിയാണ്. തക്കാളിയിലുള്ള ലൈക്കോപ്പിൻ എന്നുള്ള ഘടകം ഒരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ ഹെൽത്തിന് അതുപോലെ തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഞരമ്പുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലൊരു ഘടകമാണ്. ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ബെറീസ് ആണ്. സ്ട്രോബെറി, മൾബെറി തുടങ്ങിയിട്ടുള്ള ബെറീസും സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ബെറീസിനേക്കാളും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ബെറീസ് നോക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് നമുക്ക് കിട്ടുക നെല്ലിക്ക, അതുപോലെ മാതള നാരങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളാണ്. മുന്തിരി, ഇതൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഇങ്ങനെയുള്ള ഉദാഹരണക്കുറവിൻ്റെ കാര്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. എന്നാൽ ഈ ഭക്ഷണങ്ങൾ കൊണ്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ വല്ലാതെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നില്ല, പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ കൂടുതലാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, പുകവലി, മദ്യപാനം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൺട്രോൾ ചെയ്താൽ, അതേപോലെ പ്രോപ്പറായിട്ട് ഉറങ്ങുക, ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക, സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്ട്രെസ് മാനേജ് ചെയ്യുക, ഡെയിലി കുറച്ചെങ്കിലും എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഭക്ഷണ രീതിയിലൂടെയും ബാക്കിയുള്ള മാനേജ്മെൻറ്റ് രീതികളിലൂടെയും നമുക്ക് ഇത് ഒരു കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ഇത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു അസുഖമാണ് അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും അത്യാവശ്യമാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടെത്തി പരിശോധന നടത്താവുന്നതാണ്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടും കോഴിക്കോട് നടക്കാവുമാണ് പരിശോധന നടത്തി വരുന്നത്. ഇനി നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ്. ഫോണിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഫോണിലൂടെ വിളിച്ച് പരിശോധന നടത്തി മരുന്നുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ രോഗനിർണയം നടത്തുന്നത്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റ് ഉള്ളത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഞാൻ ഡോക്ടർ ഭവ്യ, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.